ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് പരിപ്പ് പായസം വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ ആദ്യം 1/2 കിലോ പരിപ്പ് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടേക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇവിടെയൊക്കെ കഴുകുന്നത് കേട്ടോ. ആദ്യം കഴുകിയിട്ടല്ല, റോസ്റ്റ് ചെയ്ത് ചെറിയൊരു റോസ്റ്റ് ആയി എന്നുള്ളൊരു സ്മെല്ലൊക്കെ വരുമല്ലോ. അപ്പോൾ കഴുകിയിട്ട് പിന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കും. അതുപോലെ തന്നെ 1/2 കിലോ ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് പാനിയാക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പാനിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കും കേട്ടോ ശർക്കര. അപ്പോൾ കുറേ വെള്ളം കോരി ഒഴിക്കേണ്ടല്ലോ, എന്തായാലും ഓൾറെഡി ആ വെള്ളം പായസത്തിൽ നിന്ന് ഇങ്ങനെ പറ്റിച്ച് നമ്മൾ എടുക്കണം. അതിനുശേഷം ഞാൻ പരിപ്പ് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടു. ഒരു സ്പൂൺ നെയ്യും ആഡ് ചെയ്തു. ഇനി പരിപ്പ് കുക്കറിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ നെയ്യൊക്കെ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പക്ഷേ പരിപ്പ് നല്ലപോലെ വെന്തുപോയി കേട്ടോ. 2 വിസിലേ അടുപ്പിച്ചുള്ളൂ, എങ്കിലും പരിപ്പ് നല്ലപോലെ വെന്തുപോയി. ഓരോ കുക്കറിനെ അപേക്ഷിച്ചിരിക്കുമല്ലോ ആ വേവും ഒക്കെ. ഈ കുക്കറിന് നല്ല എന്താ പറയുക, അതെങ്ങനെ പറയുക എനിക്കറിയില്ല. അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതിയായിരുന്നു. പായസത്തിൻ്റെ ഈ പരിപ്പ് കട്ട കുത്തി വന്നു പെട്ടെന്ന്. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ എടുത്ത് വയ്ക്കുകയാണേ. അപ്പോൾ ചട്ടി ആദ്യം എടുത്ത് വെച്ചിട്ട് നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം എള്ള് വറുക്കുകയാണ്. എള്ള് കഴുകിയിട്ടാണ് കേട്ടോ വറുക്കുന്നത്. എല്ലാവരും കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം വറുക്കാനായിട്ട്, എന്തെങ്കിലും പൊടികളും പ്രാണികളും ഒക്കെ ഉണ്ടാവും. അതിന് ശേഷം കഴുകിയ എള്ള ആഡ് ചെയ്തു. അത് വറക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കൊപ്ര ആഡ് ചെയ്തു. അതിനുശേഷം കാഷ്യൂവും കിസ്മിസ് ആഡ് ചെയ്തു. എല്ലാം കൂടി വറുത്ത് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപ്പ് ആഡ് ചെയ്താൽ മതി അതിനകത്തേക്ക്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പാത്രത്തിലേക്ക് എടുത്ത് പിന്നെ ഇത് വറുത്ത് അങ്ങനെ ഒന്നും നിൽക്കണ്ട. അതിനുശേഷമുള്ള ക്ലിപ്പ്, പരിപ്പ് ആഡ് ചെയ്യുന്ന ക്ലിപ്പ് റെക്കോർഡായിട്ടില്ല കേട്ടോ, സോറി. എല്ലാം ഞാനത് ഇളക്കും, അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അത് റെക്കോർഡായിട്ടുണ്ടായില്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പരിപ്പ് ആഡ് ചെയ്തു. അപ്പോൾ ഈ കട്ട കുത്തി കിടക്കുന്നുണ്ടോ, 2 വിസിലടിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ട് പറ്റിയ മിസ്റ്റേക്കാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഏലക്കയൊക്കെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പരിപ്പ് ഞാനൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ കട്ട കുത്തിയതൊക്കെ ഒന്ന് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ശർക്കര പാനി അതുപോലെ തന്നെ അരിച്ച് അതിനകത്ത് ആഡ് ചെയ്തായിരുന്നു പരിപ്പിട്ടതിന് ശേഷം. അപ്പോൾ അതൊന്ന് ചെറിയ തള വന്നു കഴിയുമ്പോഴത്തേക്കും 3-ാം പാലാണ് ആഡ് ചെയ്യുന്നത്. 3-ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇളക്കിയപ്പോഴത്തേക്കും വേഗം, ഈ ചട്ടി എന്താണെന്ന് അറിയില്ല, ഈ ചട്ടി നല്ലപോലെ ചൂടാകും, പെട്ടെന്ന് അബ്സോർബായി 3-ാം പാൽ. അപ്പോൾ തന്നെ ഒന്ന് കുറുകി കിട്ടി. അപ്പോൾ തന്നെ ഞങ്ങൾ 2-ാം പാൽ ആഡ് ചെയ്തായിരുന്നു. 2-ാം പാൽ ആഡ് ചെയ്ത വീഡിയോ ഇതിനകത്ത് റെക്കോർഡായിട്ടില്ല. 2-ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് പെട്ടെന്ന് തിളയ്ക്കാൻ തുടങ്ങി, ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏലക്കായ പൊടിയൊക്കെ ഇട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അതിനുശേഷം ഇപ്പോൾ 1-ാം പാൽ ഒഴിക്കുന്നതാണ് കേട്ടോ. 1-ാം പാൽ ഒഴിക്കുന്ന സമയത്ത് തീ ഒന്ന് സിമ്മിലിട്ടിട്ടാണ് 1-ാം പാൽ ഒഴിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ചട്ടി നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഇളക്കണം. ഒരു കൈക്കൽ തുണിയൊക്കെ സൈഡിൽ പിടിച്ചിട്ടൊക്കെ വേണം ഇളക്കാനായിട്ട്. ഇത്തിരി ഡേഞ്ചറസ് ആണ് ഫുള്ളിങ്ങനെ പായസമൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേ. കുട്ടികളൊന്നും ചെയ്യാണ്ടിരിക്കുക, മുതിർന്നവർ വേണം കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. കുട്ടികളൊന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ നിന്നാൽ മതിയേ. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നെയ്യ് 1 സ്പൂൺ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. നെയ്യ് ചേർക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ആദ്യം ആ വറുത്തതിൻ്റെ എള്ള് കുറച്ചിങ്ങനെ കോരി കിട്ടാതിരുന്നതിൻ്റെയാണ് കേട്ടോ ഈ ബ്ലാക്ക് കളറിൽ കണ്ടോ. എള്ള് വറുത്തിട്ട് കിട്ടാത്തതിൻ്റെ, വറുത്തതിന് ശേഷം കോരി എടുത്തപ്പോൾ 1-2 എള്ള് അവിടെയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു ആ ചട്ടിയിൽ. അതാണ് ഈ പായസത്തിൽ പൊങ്ങിക്കെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1-ാം പാൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഞാനത് തീ ഓഫ് ചെയ്തായിരുന്നു. പിന്നെ 1-ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല എന്ന് പറയുമല്ലോ. പക്ഷേ ഞാൻ തിളപ്പിക്കാറുണ്ട് കേട്ടോ, ഒന്നും പറ്റാറില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഒന്നും കൂടി കുറേ സമയത്ത് കുറുക്കി എടുക്കണം. എന്നാലേ ഈ ഒരു ഇപ്പോൾ ലൈറ്റ് കളറല്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീഡിയോയുടെ എൻ്റെ ആകുമ്പോൾ നോക്കിക്കോ നല്ല ഡാർക്ക് കളറായിട്ടുള്ള പായസം വരിക. അതൊന്ന് കുറുക്കി ആ ശർക്കരയുടെ കളറൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ഇപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ കളറായിട്ട് കിടക്കണം മിക്സായിട്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതൊക്കെ ആഡ് ചെയ്തു. എന്തായാലും 1-ാം പാൽ ചേർത്തല്ലോ, പിന്നെ ഞാനപ്പോൾ വറുത്ത് വെച്ചേക്കുന്നതൊക്കെ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെയും ഈ തീ ഒന്നും കൂടി സിമ്മിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എത്ര സമയം ഇളക്കിക്കൊണ്ടിരുന്നതെന്നാവും, കുറേ നേരം എടുത്തു കേട്ടോ. ഇളക്കി കുറുക്കി ഈ പരുവമായി. എല്ലാവർക്കും എൻ്റെ പരിപ്പ് പായസം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ടാറ്റാ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.